ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ റായി കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാം. നമ്മളിതിൽ റാഗി കൂടാതെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതും റാഗി പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ നൽകുന്നതാണ്. ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. പിന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ദിവസവും കഴിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി 1/4 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള റാഗി തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ അത് വെച്ചും ഇത് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ മുഴുവനായിട്ടുള്ള റാഗിയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം അത് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കണം. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു 4-5 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുതാണ്. ചെറിയ ഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളൊരു 10 എണ്ണമെങ്കിലും എടുക്കണം. റാഗി പോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈന്തപ്പഴം. ഡേറ്റ്സിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും, അതുപോലെ തന്നെ ഫൈബറും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അയണിൻ്റെ ഹിമോഗ്ലോബിൻ്റെ ഒക്കെ കുറവുള്ളവർക്ക് ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസം ഒരു 3 ഡേറ്റ്സ് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. ഡേറ്റ്സിൽ നാച്ചുറൽ ഷുഗർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി പാലാണ് ഒഴിച്ചത്. അതിനുശേഷം നമുക്ക് ഈ റാഗി നന്നായിട്ട് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റാഗി നേരത്തെ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റും. നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ പൊടി വെള്ളത്തിൽ കലക്കി എടുത്താൽ മതി. ഇപ്പം നമ്മൾ അരച്ചുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. നമ്മളിതിപ്പോൾ അരച്ചെടുത്തില്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ആ തൊലിയുടെ ഒരു കുത്തലുണ്ടാകും. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യം അരിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ അരിച്ചെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് നല്ല ഒരു പാല് പോലുള്ള കളറാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തെളിയുന്നത് വരെ നമുക്ക് അരിച്ചെടുക്കണം. നമ്മൾ സാധാരണ 6-7 മാസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ റാഗി കുറുക്കി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ റാഗി നിർത്തും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ റാഗി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറുകി പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് അരിച്ചെടുത്തുകൊണ്ടാണ് ഈ വെള്ള കളറ് കാണിക്കുന്നത്. റാഗി പൊടിയായിരുന്നെങ്കിൽ ആ ഒരു കളറ് തന്നെ കിട്ടിയേനെയും. നമ്മളിത് വേവിക്കുന്ന സമയത്ത് കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് വേഗം തന്നെ കുറുകി ഉണ്ട കെട്ടും. ഞാനിത് വേവിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടത്. റാഗിക്ക് നല്ല വേവുണ്ട്. ഒരു 5-6 മിനിറ്റ് എങ്കിലും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് വേവിക്കും തോറും ഇതിൻ്റെ കട്ടി കൂടും. നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കും റാഗി കൊടുക്കുന്നത്. ഇങ്ങനെ വേവിച്ച ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാലോ ശർക്കരയോ കരിപ്പട്ടിയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചതിന് ശേഷമുള്ളതാണ്. നേരത്തെ പോലെയല്ല, ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ട അളവനുസരിച്ചിട്ട് റാഗി നമുക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. റോബസ്റ്റ പഴമോ ചെറുപഴമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പഴം ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കുക. ഞാനിപ്പം ഈ ഒരു പഴം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് ഉപയോഗിക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ഇല്ലേ, അതാണ്.
നമ്മളിങ്ങനെ ഡേറ്റ്സ് കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ്. ഇനി അടുത്തത് വേണ്ടത് ബീട്രൂട്ടാണ്. വേവിച്ച ബീട്രൂട്ടാണ്. അതിൻ്റെ വെള്ളമുണ്ട്. കാരണം നമ്മൾ പച്ചയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ കളറ് കിട്ടാൻ വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു നല്ല കളറ് തന്നെ കിട്ടും. ദാ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം കണ്ടോ? ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഡേറ്റ്സിന് പകരം വേണമെങ്കിൽ ഹണി ഉപയോഗിക്കാം. ഇപ്പം അതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കസ്കസും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ബീട്രൂട്ടിന് പകരം നമുക്ക് ക്യാരറ്റും ഉപയോഗിക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുക്കുക. ഒരുപാട് കട്ടിയായി പോകണ്ട, ഒരുപാട് ലൂസും ആവണ്ട. പിന്നെ നട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സ് ഇതിലേക്ക് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. പിന്നെ ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കിത് രാവിലെയോ രാത്രിയിലോ എപ്പോഴായാലും ഇത് കഴിക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗി പ്രോട്ടീൻ്റെ കലവറയാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ റാഗിയിൽ ഹൈ ഫൈബറാണ്. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള അമ്മമാർക്ക് റാഗി കഴിക്കുന്നത് പാല് കൂടാൻ വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഷുഗർ ലെവൽ കുറച്ച് കൺട്രോളിലാക്കി കൊണ്ടുവരാൻ റാഗി വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള റാഗിയെ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.